തൃശൂരിലേക്ക് പോവുകയാണ്. അവിടെ നാട്ടികയിൽ CPIയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തിയിലാണ് CC മുകുന്ദൻ MLA ഉള്ളത്. അദ്ദേഹത്തെ രണ്ടാമതും മത്സരത്തിന് അവസരം കൊടുക്കാത്തതിലാണ് അദ്ദേഹത്തിന് അതൃപ്തിയുള്ളത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് നോക്കാം. നടരാജ് പരശുറാം CC മുകുന്ദൻ MLAക്കൊപ്പമുണ്ട്. നടരാജ, എന്താണ് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ CC മുകുന്ദന്റെ പ്രതികരണം? ശ്രീ CC മുകുന്ദൻ നമ്മോടൊപ്പമുണ്ട്. മുന്തേട്ട സീറ്റ് ഇത്തവണ നാട്ടികയിലില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ തിരുവനന്തപുരത്ത് നിന്ന് കൺഫേം ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ഞാനൊരു പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇതുവരെ എന്നോട് നിർദ്ദേശം പറഞ്ഞിട്ടില്ല. അതുവരെ അങ്ങനെ പാർട്ടിയുടെ മുമ്പത്തെ ഇപ്പോഴത്തെ പോളിസി അനുസരിച്ച് ഇങ്ങനെ എടുത്തൊരു തീരുമാനം എന്നെ സംബന്ധിച്ചോളം വളരെ വേദനിപ്പിക്കുന്ന അനുഭവമാണ്. അതൊരു നിലയ്ക്ക് ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു സീറ്റിലേക്ക് ഇങ്ങനെ വന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ചും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ മത്സരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ കുറിച്ച് ദോഷം ഉണ്ടായപ്പോഴാണ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് പ്രത്യേകത എന്താണ് എൻ്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. എന്നിരുന്നാലും എന്തൊക്കെയോ അതിൻ്റെ അകത്തുണ്ട്. എന്നാൽ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇടപെടുന്ന സമയത്ത് പലരോടും ഞാൻ പറഞ്ഞത് എനിക്ക് പറയാൻ സമയമായിട്ടില്ല, പാർട്ടി പറയട്ടെ, പാർട്ടി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളോടൊക്കെ വരുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത് 2 ദിവസം കഴിയട്ടെ എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഗീതാ ഗോപിയുടെ പേരിലേക്ക് വീണ്ടും വരുന്നത്? താങ്കൾ പറഞ്ഞ പോലെ അവർക്കെതിരെ അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴാണ് താങ്കൾ നിർത്തിയത്. പക്ഷേ താങ്കൾ സെക്കൻഡ് ടേം ഇല്ല. അപ്പോൾ അത് എന്തെങ്കിലും മറ്റു ചില സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. എനിക്കത് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ എന്നെ വന്നപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഗുണകര നിലവാരം ആ കക്ഷിയുടെ അടുത്ത് ഉണ്ടായത് ഒരു നിലയ്ക്ക് ഞാൻ സാമ്പത്തികമായ എന്തെങ്കിലും ഘടകം ഇതിനുണ്ടെന്ന് കരുതും. ഞാൻ ഇപ്പോൾ പച്ചലോട് പറഞ്ഞ എങ്ങനെയാണ് സാധാരണ നമ്മുടെ കോളത്തിലൊക്കെ ചൂണ്ടായിട്ട് മീൻ പിടിക്കാറുണ്ട് കടലിൽ പോകുമ്പോൾ. അപ്പോൾ ആ ചൂണ്ടിട്ട് വിട്ട് പിടിക്കുന്നതിലും വളരെ വിദഗ്ധന് ഈ പറഞ്ഞ കക്ഷി. അതേ നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുമായി പേയ്മെന്റ് സീറ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? ആരാ? എൻ്റെയോ? അല്ല, ഗീതയുടെ. അതാ ചിലവരുടെ താല്പര്യം. ഞാൻ അത്ര പറയുന്നുള്ളൂ. ഇതിൻ്റെ വരെ കുഴപ്പമുണ്ടായിരുന്ന ആൾ ഇപ്പോൾ കുഴപ്പമില്ലാതെ അത് എടുത്തു എന്ന് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. സാമ്പത്തിക ഇടപാട് ഗീതയുടെ സീറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏത് തർക്കമില്ല കാര്യത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ വരേണ്ട കാര്യമല്ലോ. അതിൻ്റെക്ക് പലപ്പോഴും ഇവിടെ ആവശ്യപ്പെട്ടിട്ട് പോലും 10 രൂപ പോലും കൃത്യമായി പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. കാരണം എന്താ, അതിനേക്കാളും മുമ്പൊക്കെ ഒരു പിരിവ് നടത്തി പോവുകയാണ്. അപ്പോൾ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം. അപ്പോൾ ഞാൻ പൈസ പിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരാളാണ്. പിന്നെ മുമ്പുണ്ടായിരുന്ന സമ്മേളനത്തിലുണ്ടായിരുന്ന താരങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ പൈസ പിരിച്ചു കൊടുക്കൽ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. തർക്കമില്ലല്ലോ എൻ്റെ അകത്ത്. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ എന്നുള്ളത് ഞാൻ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ എൻ്റെ 5 വർഷക്കാലം നിങ്ങളിപ്പോൾ ഒന്ന് ചോദിക്കാം, എൻ്റെ പിരിവും എൻ്റെ പാർട്ടിക്കാർ ചെന്ന് പിരിച്ച കാര്യങ്ങളൊക്കെ കൊടുത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് ക്രമേണ പരിശോധിക്കുമ്പോൾ എന്തായാലും ഈ 5 വർഷക്കാലം തിരഞ്ഞെടുപ്പിൻ്റെ ഉള്ളിൽ അങ്ങനെ പരിശോധന നടക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ മറ്റൊരു പാർട്ടിക്ക് വേണ്ടി മത്സരത്തിന് രംഗത്തുണ്ടാകുമോ? താങ്കൾ കോൺഗ്രസോ BJP സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ പലരും സഞ്ചെങ്കിലും അവരോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണം. തർക്കമില്ല. എൻ്റെ പാർട്ടി പറഞ്ഞതനുസരിച്ച് കൃത്യനിഷ്ഠത ഇല്ലെങ്കിൽ ഒരു പ്രതിഷേധം എൻ്റെ മനസ്സിൽ നിന്ന് വരും. ആ പ്രതിഷേധത്തിൽ അപ്പോൾ എന്നോട് ചോദിച്ചു മത്സരിക്കുകയെന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരു പ്രതിഷേധം. അപ്പോൾ ഞാൻ വോട്ട് എവിടെ നിന്ന് കിട്ടി ജയിക്കുമെന്ന് വേണ്ട. എൻ്റെ വീട്ടിൽ 6 വോട്ടുണ്ട്. ആ വോട്ടേക്ക് കിട്ടും. താങ്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും? സീറ്റില്ലെങ്കിൽ എന്നല്ല, എന്നെ അവിടെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കും. താങ്കൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല, താങ്കൾ എന്നും പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് നേതൃത്വം ഈ വിവരം പറഞ്ഞപ്പോൾ പ്രതികരിക്കുന്നത്. അതെ, മാറിക്കാൻ കഴിയില്ല. എൻ്റെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അവർക്കറിയാം. പലരും എനിക്ക് പൈസ വാഗ്ദാനം ചെയ്ത് എൻ്റെ പാർട്ടിയടക്കം 10 പൈസ പോലും മേടിക്കാത്ത ഒരാളാണ് ഞാൻ ഈ വിഷയത്തിൽ. എന്നിട്ട് പോലും ആ കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയതാണ്. ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിക്ക് ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ ചിലരുടെ മനസ്സിൽ അഭിപ്രായ വ്യത്യാസം എനിക്കത് പരിഹരിക്കാം, അത് പാർട്ടി നേതൃത്വം ആലോചിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇനി അത് പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ വളരെ അപകടത്തിൽ. ഈ വീട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ചോർന്നൊലിക്കുന്ന ഈ വീടിന്റെ ദൃശ്യങ്ങൾ ലോകം കണ്ടതാണ്. ഇത്രയ്ക്ക് സിമ്പിളായി നിൽക്കുന്ന ഒരു MLA അദ്ദേഹത്തെ ഒരു ടേം മാത്രം കൊടുത്ത് മാറ്റുക എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂരമാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ? അല്ല, ആ കാഴ്ചപ്പാടിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു പാർട്ടി പ്രവർത്തകനെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഈ അനുഭവം ജനങ്ങളറിഞ്ഞാലാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള പ്രതികരണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം ഇനി ഭാവി എന്നൊന്നും എനിക്ക് വിഷയമല്ല. താങ്കളെ കോൺഗ്രസോ BJP സമീപിച്ചിട്ടുണ്ടോ? അതുപോലെയുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇവിടുത്തെ ദേശീയ പാർട്ടികളടക്കാൻ സമീപിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ പാർട്ടി എന്ത് നിലപാടെടുക്കുന്ന നിലപാട് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പോഴത്തെ സ്റ്റാൻഡ് മുമ്പ് വരെ എന്നോട് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. കമ്മിറ്റിയിൽ ഞാൻ റിപ്പോർട്ട് അവർ ചെയ്തത് രണ്ടാം ടൈം മത്സരിക്കുന്നവർക്ക് വേറെ ചർച്ചയില്ല, എന്നാലും നിങ്ങളുടെ അഭിപ്രായം പറയാം എന്നാണ് മേൽ കമ്മിറ്റിയിൽ വന്ന് റിപ്പോർട്ട് ചെയ്തത്. അത് പ്രകാരമല്ല ഇപ്പോൾ തീരുമാനിച്ചിട്ട് പാർട്ടി വിരുദ്ധമായ ചില നിലപാടുകൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അത് കൃത്യമായി ഞാൻ പരിശോധിക്കും. എൻ്റെ ഒരു ചെറിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം അനുസരിച്ച് എടുത്ത നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
താങ്കൾ പറഞ്ഞ ഈ തങ്ങളുടെ PA ബന്ധപ്പെട്ട തർക്കമാണല്ലോ പാർട്ടികളുടെ ഒരു ചേരിപ്പോലേക്ക് പിന്നെ കാര്യങ്ങൾ പോയത്. PA വ്യാജം ഒപ്പിടുന്നു, അത് സംബന്ധിച്ച് പരാതികൾ വരുന്നു, പ്രശ്നമാവുന്നു, പാർട്ടി ഒരു സൈഡ് നിൽക്കുന്നു. ഇപ്പം അത് ഈ നിലയിൽ വന്ന് നിൽക്കുകയാണ്. അതിപ്പോൾ ഞാൻ എടുത്ത തീരുമാനം മുന്നോട്ട് പോകും. ഇതിപ്പോൾ ഞാൻ MLA അല്ലെങ്കിലും ആ ഇതിൻ്റെ അകത്ത്, ആ കമ്മിറ്റിയുടെ അകത്ത് സ്പീക്കർ ഇടപെട്ടുള്ള വിഷയമാണ്. ആ സ്പീക്കർ ഇടപെട്ട വിഷയത്തിൻ്റെ അകത്ത് ഇതുവരെ കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. അത് പരിഹരിക്കുന്ന ആവശ്യമായ നടപടി തുറന്നുണ്ടാകണം. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഒരു DSP തന്നെ ഉണ്ട്, സലീൽ. അവനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും പാർട്ടി എന്നോട് അത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പാർട്ടി പറഞ്ഞ ശേഷം സെറ്റിൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, പാർട്ടിയല്ല പറയുന്നത്. അതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞത് ഇനിത് ഞാൻ അപ്പോൾ ഒരു ധാരണ വന്നത് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. നിയമസഭയുടെ അകത്ത് ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് അത് സത്യവിരുദ്ധമായ ഞാൻ എഴുതി ഒപ്പിട്ട് ഞാൻ മറ്റേ സത്യപ്രതിജ്ഞ വിരുദ്ധമല്ലേ, ഞാൻ അത് പറ്റി വേണമെങ്കിൽ ഞാൻ വാക്കാൽ വേണമെങ്കിൽ പറയാം എന്ന് പാർട്ടിയോട് പറയാൻ വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു അപകട സ്ഥിതിയിലേക്ക് പോകാണ്. എന്തായാലും CC മൂന്നും പൊട്ടിത്തെറിക്കുകയാണ് എന്ന് തന്നെ പറയാം. താൻ അർഹിച്ച രണ്ടാമത്തെ ഒരു അവസരം തനിക്ക് നൽകുന്നില്ല. ഇതിൽ പേയ്മെന്റ് സീറ്റ് ആരോപണം വരെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പണത്തിന്റെ സ്വാധീനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്, അതുകൊണ്ടാണ് തനിക്ക് നിഷേധിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നു. എന്തായാലും കടുത്ത അതിർത്തിയിലാണ് CC മുകുന്ദനുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലുമുണ്ട് തനിക്ക് വലിയ വിഷമമുണ്ടാക്കി നേതൃത്വത്തിന്റെ ഈ തീരുമാനം എന്നാണ് CC മുകുന്ദൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗീതാ ഗോപിയെ പരിഗണിക്കുന്നതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളും ഘടകങ്ങളും ഉണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്.